ഒരു പ്രഗ്നൻസി കഴിഞ്ഞൊരു കുട്ടി ഉണ്ടാവുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരുടെയും കൺസേൺ ആ കുട്ടിയുടെ പുറത്താണ്. തങ്കപ്പെട്ടൊരു കുട്ടി, നല്ലൊരു ഹാപ്പി ഫാമിലി, അങ്ങനത്തെ കോംപ്ലിമെന്റ്സ് ആണ് കിട്ടാറ്. എന്നാൽ ആ അമ്മയെ പറ്റി, ആ അമ്മയുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി ആരും അധികം ബോധഡാവാറ്. പ്രഗ്നൻസിയിൽ പല ചേഞ്ചസ് ഉണ്ടാവുന്നു, നമ്മൾ അറിയാത്ത പല ചേഞ്ചസ് ഉണ്ടാവുന്നു. ആ അമ്മയുടെ നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിൽ ആ മസിലിൽ ചിലപ്പോൾ വീക്ക്നെസ് വരാം, മസിൽ ചിലപ്പോൾ കുറച്ച് റപ്ചർ ആവാം. അതുകൊണ്ട് തന്നെ ബലം പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ഒക്കെ അറിയാണ്ട് യൂറിൻ ലീക്ക് ചെയ്യാം. സ്ട്രെസ് യൂറിനറി ഇൻകോൺട്രൻസ് പറയും. അതായത് സ്ട്രെസ് വരുമ്പോൾ ചുമയോ അല്ലെങ്കിൽ ചിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ യൂറിൻ ലീക്ക് ചെയ്യാം. നമ്മുടെ കോമൺ ആണ്. ബോഡിയുടെ ചേഞ്ചസ് ഉണ്ടായേക്കാം, ബ്രസ്റ്റിന് ചേഞ്ച് ഉണ്ടാവാം, വയറിന് ചേഞ്ച് ഉണ്ടാവാം, പല ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊന്നും ആരുടെ ഒരു പ്രൈമറി കൺസേൺ അല്ല. അതാവണം. പലരും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല ഇതിനെപ്പറ്റി. കാരണം ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ എന്ന് പോലും പലർക്കും അറിയില്ല. ഇതൊരു നോർമൽ പ്രഗ്നൻസി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ച് പല കുട്ടികളും നമ്മുടെ അടുത്ത് വരുന്നില്ല. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം റിവേഴ്സിബിൾ ആണ്. നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചിലർക്ക് സർജറി ആയിരിക്കാം, ചിലർക്ക് എക്സസൈസ് ആയിരിക്കാം, ഡയറ്റിംഗ് കാരണമൊക്കെ നമുക്ക് കുറേയൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ എന്താണ് അവരുടെ കംപ്ലയിൻ്റ് അനുസരിച്ചിട്ട് നമുക്കത് കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും.